ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് കഥക്കൂട്ടം ആൻഡ് ടൈൽസ് ഓഫ് ക്രാഫ്റ്റ്സിലേക്ക് എന്നെ വിടുന്നതുമായ നമസ്കാരം. സോ നമ്മളിന്ന് സ്ക്രാപ്പ് ബുക്ക് സീരീസിൻ്റെ ഒരു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഒരു ഇത് എടുക്കുകയാണ് ഞാൻ. സോ ഹൗ ടു മേക്ക് എ സ്ക്രാപ്പ് ബുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡാണ് ഇതിപ്പം ഉള്ളത്. സോ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഒരു തീം ചൂസ് ചെയ്യുക, പിന്നെ അതിൻ്റെ സ്റ്റോറീസ് ചൂസ് ചെയ്യുക, പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോട്ടോസും മെമ്മറബിൾ ഉള്ള കുറേ ഇത് സോർട്ട് ചെയ്ത് വെക്കുക, പിന്നെ ഒരു സ്ക്രാപ്പ് ബുക്ക് പേജസ് ഉണ്ടാക്കുക, പിന്നെ അസംബിൾ സ്ക്രാപ്പ് ബുക്ക് പേജസ്. ഇതാണ് സ്റ്റെപ്പ് ഇത്രയും ഉള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് നേരെ പറയാം, ആദ്യം തന്നെ നമ്മളൊരു തീം ചൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്റ്റോറീസ്, നമുക്ക് എന്താണ് സ്റ്റോറീസ് പറയാനുള്ളത് അത് എഴുതുക ആദ്യം. അതിലേക്ക് എഴുതിയതിന് ശേഷം എന്നിട്ട് ആ ഒരു തീമിലാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെക്കുക, പിന്നെ അസംബിൾ ചെയ്യുക. സോ ഗൈസ്, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൗ ടു മേക്ക് എ സ്ക്രാപ്പ് ബുക്ക് എന്നാണ് ചോദിച്ചേ. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാദർ യുവർ സ്ക്രാപ്പ് ബുക്കിംഗ് സപ്ലൈസസ്, ചൂസ് സ്ക്രാപ്പ് ബുക്ക് പേപ്പർ ഓർ ആൽബംസ്, പിക്ക് എ ടോപ്പിക് ഓർ തീം, റൗണ്ട് അപ്പ് യുവർ ഫോട്ടോഗ്രാഫ്സ്, ചൂസ് യുവർ ലേഔട്ട്, ഗെറ്റ് ക്രിയേറ്റീവ് ആൻഡ് ആഡ് എംബ്ലിഷ്മെൻറ്റ്സ്, ആഡ് ജേർണലിംഗ് ടു യുവർ പേജസ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ സ്ക്രാപ്പ് ബുക്കിന് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളോ വാങ്ങുക. ലൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യാം. സോ ഏതെങ്കിലും പേപ്പറോ ഈ ഒരു സ്ക്രാപ്പ് ബുക്കിന് വേണ്ടി പേപ്പറും അല്ലെങ്കിൽ ആൽബംസ് ചൂസ് ചെയ്യുക. ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു തീം എടുക്കുക, പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫ്സൊക്കെ ഒട്ടിച്ച് വെക്കുക, പിന്നെ ഒരു ലേഔട്ട് ചൂസ് ചെയ്യുക, പിന്നെ ഒരു ക്രിയേറ്റീവും പിന്നെ കുറേ നല്ല സൂപ്പറായിട്ടുള്ള ആഡ് ചെയ്യുക, പിന്നെ ജേർണലിങ് തുടങ്ങുക. എന്നാൽ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങുക. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ബൈ ദ വേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ ചോദിച്ചാൽ മതി. സോ ഗൈസ്, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേമസ് കോട്ട്സ് ഇൻ ഇംഗ്ലീഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ക്രാപ്പ് ബുക്കിന് വേണ്ടിയിട്ടുള്ള ഒരു കോട്ട്സാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. നോളേജ് ഈസ് പവർ. ലൈഫ് ഈസ് ലൈക്ക് എ ബോക്സ് ഓഫ് ചോക്ലേറ്റ്സ്. യു നെവർ നോ വാട്ട് യു ആർ ഗോണ ഗെറ്റ്. ലൈഫ് ഈസ് ലൈക്ക് riding a bicycle. To keep your balance, you must keep moving. May the force be with you. ഓക്കെ, ഇത് എന്താണ് നോളേജ് പവറാണ്, അതിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സോ ഒരു ചോക്ലേറ്റ് ബോക്സസിൽ നമുക്ക് അറിയത്തില്ല ചോക്ലേറ്റ് എങ്ങനെയായിരിക്കും എന്ന്. ലൈഫ് ചോക്ലേറ്റ് ബോക്സിനെ പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൈഫ് ഈസ് ലൈക്ക് റൈഡിങ് എ ബൈസൈക്കിൾ. നമ്മൾ ബൈസൈക്കിൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ബൈസൈക്കിളിനെ പോലെ ആണ്. അത് നമ്മൾ റൈഡിങ് ചെയ്യുകയാണ്. നമ്മൾ ബാലൻസിലായിരിക്കണം. അതുകൊണ്ട് നമ്മൾ കീപ്പ് മൂവിങ്. നമ്മൾ എപ്പോൾ നോക്കിയാലും സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ശക്തി, ഫോഴ്സ് മീൻസ് ശക്തി നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഹൗ ഡു യു ടൈറ്റിൽ യുവർ ലൈഫ്? ഹൗ ടു കം അപ്പ് വിത്ത് ഓട്ടോബയോഗ്രഫി ടൈറ്റിൽസ്. No puns, just don't do it. Humor can backfire on you. Describe what is important to you. Capture the attention of the reader. Be evocative with your descriptions. Test out your titles with trusted friends and family. So ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഓട്ടോബയോഗ്രാഫി ടൈറ്റിൽസ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. സോ നല്ല മീനിങ് ഉണ്ട്. പക്ഷേ ഇതേപോലെ നമ്മൾ സാധാരണ ആൾക്കാർക്കൊന്നും ഇത് മനസ്സിലാവത്തില്ല. സോ ഇതെനിക്ക് ആ ഒരു സാധാരണ ആളാണ് ഞാൻ. സോ എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. സോ എന്നാൽ എനിക്ക് കുറച്ച് മനസ്സിലായി, ഞാൻ പറയാം. ഹ്യൂമർ ക്യാൻ ബാക്ക് ഫയർ ഓൺ യു. എന്നാൽ ഹ്യൂമർ നമ്മളെ ബാക്ക് ഫയർ തന്നെ തിരിച്ചടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. ഡിസ്ക്രൈബ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു. എന്നാൽ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അത് പറയൂ, ഡിസ്ക്രൈബ് ചെയ്യൂ. ടെസ്റ്റ് ഔട്ട് യുവർ എന്നാൽ നമ്മുടെ 6th വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽസ്. നമ്മുടെ ടൈറ്റിൽസ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമുള്ള ഫ്രണ്ട്സും പിന്നെ ഫാമിലി മെമ്പേഴ്സുമായിട്ടായിരിക്കണം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ക്യാൻ എ സ്ക്രാപ്പ് ബുക്ക് ഹാവ് വേർഡ്സ്? എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ക്രാപ്പ് ബുക്കിൽ വേർഡ്സ് ഉണ്ടാവാമോ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്ന് പറഞ്ഞാൽ യെസ്. Scrap booking is all about showcasing photographs in a creative way, but you also need a reader to understand what the photograph is about. Make sure to include either a title or
സം വേർഡ്സ് എക്സ്പ്ലെയിനിങ് ദ പേജ് എന്ന് പറഞ്ഞാൽ മേക്ക് ഷുവർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, കുറച്ച് ടൈറ്റിലോ കുറച്ച് എന്ന് പറഞ്ഞാൽ റൈറ്റിങ്സ് എല്ലാം ആ പേജിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡു വി റൈറ്റ് ഇൻ സ്ക്രാപ്പ് ബുക്ക്. നമ്മൾ സ്ക്രാപ്പ് ബുക്കിൽ എഴുതുമോ? ജേർണലിംഗ് പ്രൊവൈഡ്സ് കോണ്ടെക്സ്റ്റ് ആൻഡ് ആഡ്സ് എ പേഴ്സണൽ ടച്ച് ടു യുവർ സ്ക്രാപ്പ് ബുക്ക്. ഇറ്റ്സ് എ വേ ടു ഷെയർ യുവർ തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് മെമ്മറീസ് റിലേറ്റഡ് ടു ദ ഫോട്ടോഗ്രാഫ്സ്. You can write the short captions, anecdotes, or even longer stories to complemental visual elements. സോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ഇടാം. കാരണം നമ്മൾക്കൊരു പേഴ്സണൽ ടച്ചാണ് എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് ബുക്ക് എന്ന് പറഞ്ഞാൽ. സോ നമ്മുടെ ഫീലിങ്സും തോട്ട്സും എല്ലാം നമ്മുടെ മെമ്മറീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സിലേക്ക് എഴുതാം. സോ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഷോർട്ട് ക്യാപ്ഷൻസ് എഴുതാം, പിന്നെ കുറേ ലോങ്ങർ സ്റ്റോറീസ് വരെ എഴുതാം. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് നെക്സ്റ്റ് നോക്കാം. വാട്ട് ആർ ദ ബെസ്റ്റ് ഷോർട്ട് കോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കുഞ്ഞ് സ്ക്രാപ്പ് ബുക്കിൽ എഴുതാൻ പറ്റിയ കോട്ട്സ് എന്തെന്നാണ്. ഫേമസ് ഷോർട്ട് കോട്ട്സ് എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഹാസ് ബ്യൂട്ടി ബട്ട് നോട്ട് എവറി വൺ സീസ് ഇറ്റ്. അങ്ങനെ എല്ലാത്തിനും സൗന്ദര്യമുണ്ട് പക്ഷെ ആരും കാണില്ല. സംടൈംസ് യു വിൻ, സംടൈംസ് യു ലേൺ. അതാണ് നമ്മൾ ജയിക്കും, ചിലപ്പോഴൊക്കെ നമ്മൾ ജയിക്കും, ചിലപ്പോഴൊക്കെ നമ്മൾ തോക്കും. കാരണം തോറ്റാലും നമുക്ക് പഠിക്കാൻ പറ്റും നമ്മുടെ വീഴ്ചകൾ എന്തൊക്കെയാണ്. ദ ഗ്രാസ് ഈസ് ഗ്രീനർ വെയർ യു വാട്ടർ ഇറ്റ്. ഗ്രാസ് പച്ചയാണ് നമ്മൾ എവിടെയാണ് വെള്ളം ഒഴിക്കണമെങ്കിൽ. വെൻ യു ഫോക്കസ് ഓൺ പ്രോബ്ലംസ് യു വിൽ ഹാവ് മോർ പ്രോബ്ലംസ്. നമ്മൾ ഏതൊക്കെ പ്രോബ്ലംസിനാണ് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. ഫിയർ ഡസ് നോട്ട് സ്റ്റോപ്പ് ഡെത്ത്, ഇറ്റ് സ്റ്റോപ്സ് ലൈഫ്. നമ്മളെ പേടി ഡെത്തിനെ സ്റ്റോപ്പ് ചെയ്യില്ല, നമ്മുടെ ലൈഫിനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ പേടിക്കാൻ പാടില്ല. They tried to bury us, they didn't know we were seeds. നമ്മളെ കുഴിച്ചിടണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അത് അവരെ കുഴിച്ചിടാൻ നമ്മൾ നോക്കി, പക്ഷെ അവർക്ക് അറിയില്ല നമ്മളൊരു വിത്താണെന്ന്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. എല്ലാവർക്കും വേറെ ഡൗട്ടാണ്, നമ്മുടെ ഡ്രോയിങ്സ് ഒക്കെ ഈ സ്ക്രാപ്പ് ബുക്കിൽ ആഡ് ചെയ്യാമോ എന്നുള്ളത്. സോ അതിനുള്ള ആൻസറായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ലാസ്റ്റാണ് ഇത്. A scrapbook is a book that you can write diaries, entries in, draw in, keep pictures in, and even record important information. There are also easy to make with just a few household items. Here are some ideas for what you can use a binder. എന്നാൽ നമുക്കൊരു ബൈൻഡർ കൊണ്ട് തന്നെ ഈ ഒരു സ്ക്രാപ്പ് ബുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ഡയറി, നമ്മുടെ ഡെയിലി ഡയറി അത് ഇൻക്ലൂഡ് ആക്കും, പിക്ചേഴ്സ് ഇൻക്ലൂഡ് ആക്കും, പിന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് റെക്കോർഡ്സും ആഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഷെയർ ആൻഡ് കമൻറ്റ് ടു മൈ വീഡിയോ, ക്ലിക്ക് ഓൺ ദി ബെൽ ബട്ടൺ. സോ ബൈ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.